ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ വരുന്നു, അല്ലെങ്കിൽ പി ടി തോമസിന് ശേഷം ഉമാ തോമസ് വരുന്നു, കെ കരുണാകരന് ശേഷം മക്കൾ രംഗത്തേക്ക് വരുന്നു, പിന്നീട് മക്കൾ പാർട്ടി മാറിയതൊക്കെ മറ്റൊരു വിഷയം. അപ്പോഴും ഇത്തരത്തിലൊരു ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ട് ദീപ്തി മേരി വർഗീസിന് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ അങ്ങനെ തോന്നലുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഒരാൾ പോലും രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്നിട്ടും നിങ്ങളിപ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നില്ലേ? അപ്പോൾ അതിന്റെ കാരണം എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ളവർക്കും അത് ഞാൻ സെൽഫ് മെയ്ഡ് ആണ്. കാരണം എനിക്ക് ഒരു തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വളരെ അവരോട് ഫൈറ്റ് ചെയ്താണ് ഞാനിപ്പോൾ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന രാഷ്ട്രീയത്തിലും നിന്നിട്ടുള്ളത്. ഇപ്പം ചാണ്ടി ഉമ്മൻ വളരെ ഹാർഡ് വർക്കറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവർ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൂടാ എന്നില്ല. പക്ഷെ ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ പ്രിവിലേജസ് ഒക്കെ കിട്ടുന്നുണ്ടാവാം. ശരിയാണ്, അത് കിട്ടുമല്ലോ. അതിപ്പോൾ പക്ഷെ അപ്പോഴും ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വരുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഇപ്പോൾ മറിയാവുമ്മൻ്റെ പേരോ അല്ല അച്ചൂമ്മൻ്റെ പേരോ വരുന്നത് അത് അത്തരത്തിലൊരു പ്രിവിലേജിൻ്റെ ഭാഗമായിട്ടല്ലേ? തീർച്ചയായും ആയിരിക്കാം. അതിപ്പോൾ ഞാൻ പറയാം, അതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കുടുംബത്തിന് സംഭവിക്കുന്ന കുറേ ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് എന്ന് വെച്ചാൽ നമുക്ക് സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്താ പറയുക, അവർക്കൊരു സാക്രിഫൈസ് ഉണ്ട്, ആ മക്കൾക്കൊരു സാക്രിഫൈസ് ഉണ്ട്. ഇപ്പം എൻ്റെ മക്കളാരും രാഷ്ട്രീയത്തിലൊന്നും വരാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നെ പലപ്പോഴും അവർക്ക് മിസ്സായിട്ടുണ്ടാവാം. അതിൻ്റെ കാരണം എന്താണ്? ഈ പൊതുപ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ മിസ്സായവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഇച്ചിരി കിട്ടിക്കോട്ടെ എന്നും ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അവരൊന്നും വർക്ക് ചെയ്യാതെ എന്തെങ്കിലും ഒരു കെയർ ഓഫ് ഉള്ളതുകൊണ്ട് മാത്രം MLA ആകുക, MP ആകുക, അവർ ദീർഘകാലം അങ്ങനെ ഇരിക്കുക, പിന്നെ അവരുടെ മക്കൾക്ക് കൊടുക്കുക, പിന്നെ ദീർഘകാലം ഇരിക്കുക, അതൊരു ശരിയായ കീഴ്വഴക്കമല്ല. അതിലൊരു ചെറിയ തിരുത്തൽ ഉണ്ടാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.